നമുക്കൊരു ഈവനിങ് സ്നാക്ക് സീരീസ് തുടങ്ങിയാലോ? ഞാൻ ഉണ്ടാക്കുന്ന ഈവനിങ് സ്നാക്കുകളിൽ എനിക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതും ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടാത്തതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഫസ്റ്റായിട്ട് ഈവനിങ് സ്നാക്കിൽ കൊണ്ടുവരുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഉഴുന്നുവടയാണ് കേട്ടോ. ഒട്ടുമിക്ക മലയാളികൾക്കും ഉഴുന്നുവട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഞാനും ആ കൂട്ടത്തിലാണ്. അതാ ചമ്മന്തിയിൽ മുക്കി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഉഴുന്ന് കുറച്ച് 2 കപ്പോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുതിർത്ത് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നുവട നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ പരിപാടി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ കുറേ നേരം മാവ് അരച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിക്കോളൂ കേട്ടോ. മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ മാവിലേക്ക് വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇങ്ങോട്ട് കുനുകുനാന്നരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഉഴുന്നുണ്ടല്ലോ അരക്കുമ്പോൾ വലിയ സോഫ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ട, ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും അരിപ്പൊടി ചേർക്കുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടലുള്ളൂ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ കേട്ടോ. എന്നിട്ട് ആ ഒരു മാവിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് വറുത്ത് കോരിയാൽ നമ്മളെ ഉഴുന്നുവട റെഡി. ഈ ഒരു ഷേപ്പായി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം മെനക്കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കഥ പറയുകയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് വീഡിയോ തികയാതെ വരും. അപ്പോൾ നമ്മൾ ഉഴുന്നുവട റെഡി. കൂടെ നല്ലൊരു തേങ്ങാ ചമ്മന്തിയും ചൂട് ചായയും പോരെ. നമ്മളെ ഈവനിങ് പൊളിയല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.